ഫ്രണ്ട്സ്, ഒരു ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള മിക്സഡ് ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായി എടുത്തിരിക്കുന്നത് 2 ഓറഞ്ചസ്, 2 ആപ്പിള്, 1 ബനാന, ഒരു 20ഓളം ഗ്രേപ്സ്, പിന്നെ ബ്ലെൻഡഡ് ബെറീസ്, ബ്ലാക്ക് ബെറീസ് ഉണ്ട്, ബ്ലൂബെറീസ് ഉണ്ട്, റാസ്ബെറീസ് ഉണ്ട്. അതുകൂടാതെ കുറച്ച് കട്ട് ചെയ്ത മാംഗോസ്, പിന്നെ ആവശ്യത്തിന് എടുക്കാൻ യോഗോട്ട്സ്. ഇനി നമുക്ക് ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ആപ്പിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്യാം. വളരെ ചെറിയ പീസസ് ആക്കണം കേട്ടോ. ആപ്പിൾസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ 2 ഓറഞ്ചസും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനോട് ചേർക്കാം. ഇതുപോലത്തെ ഓറഞ്ച് ആയത് കാരണം കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ബ്ലെൻഡഡ് ബെറീസ് ചേർക്കാം. പിന്നീട് ആ മാംഗോസ് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി അതിനോട് ചേർക്കാവുന്നതാണ്. ഇനി അതിനോട് ഗ്രേപ്സ് ചേർത്തിട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ബെറീസ് ചേർത്തപ്പോൾ നല്ല കളർ വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് യോഗേർട്ട്സ് എടുക്കാം. ഞാൻ 4 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തീരെ പുളിയില്ലാത്ത യോഗോട്ട്സ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് അതിനോട് ചേർത്തിട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. കണ്ടോ, നല്ല കളറ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണിത് കേട്ടോ. ആഡഡ് ഷുഗർ ഒന്നുമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ 2 സ്പൂണ് ഹണി ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിനോടുകൂടി ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടോ, അങ്ങനെ നമ്മുടെ ഡെലീഷ്യസും ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി മിക്സഡ് ഫ്രൂട്ട് സലാഡ് റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് സർവിങ് ബൗൾസിലേക്ക് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.